ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഈ കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഏത് കാര്യമെന്ന് നോക്കാം. ഇവ ഉണ്ട് എങ്കിൽ സന്തോഷവും നമ്മുടെ കൂടെ ഉണ്ടാകും. ജീവിതത്തിൽ എങ്ങനെയാണ് സന്തോഷം നടക്കുന്നത്, എങ്ങനെയാണ് നമ്മളിൽ സന്തോഷം വരുന്നത് എന്ന് പെട്ടെന്ന് പറഞ്ഞു തരാം. ക്ഷമ, സ്നേഹം, നമ്മുടെ ലൈഫിൽ ഇതിന് രണ്ടിനും വലിയ പങ്കാണുള്ളത്. പല നമ്മുടെ എടുത്തുചാട്ടവും തെറ്റിദ്ധാരണകളും മറ്റുള്ളവരോട് ഓവർ അടുപ്പം, സംസാരം, ഇതൊക്കെ കാരണം ഇവ നമ്മളിൽ നിന്ന് അകന്ന് പലരും നമ്മളെ വിഷമിപ്പിക്കുന്നു. സത്യത്തിൽ നമ്മളെ ഒരാൾ വിഷമിപ്പിച്ചു എന്ന് പറയുന്നത് തെറ്റാണ് കേട്ടോ. ആ ഒരു കാര്യം പറയാൻ കാരണം നമ്മൾ എപ്പോഴൊക്കെയോ മറ്റൊരാൾക്ക് കൊടുത്ത നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങൾ തന്നെയാകാം നമ്മളിൽ വിഷമം, സങ്കടമൊക്കെ ഉണ്ടാകുന്നത്. അതിന് കാരണക്കാർ സത്യത്തിൽ നമ്മളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതിലാണ് നമ്മുടെ വിജയം. നിങ്ങൾക്ക് സന്തോഷം വേണമെങ്കിൽ നിങ്ങൾ ആരോടും ഒരുപാട് അടുപ്പം കാണിക്കാതിരിക്കുക. നിങ്ങളെക്കാട്ടിലും ആർക്കും നിങ്ങൾ ലൈഫിൽ പരിഗണന കൊടുക്കാതിരിക്കുക. ആരെയും നിങ്ങളായിട്ട് വിലയിരുത്താതിരിക്കുക. നിങ്ങൾക്ക് മറ്റൊരാളൊരു ദുഃഖം തന്നാലും അതിനെ പ്രതികാരം ചെയ്യാതെ സന്തോഷമായി ഇരിക്കാൻ ശ്രമിക്കുക. കാരണം നമ്മൾ മറ്റൊരാളോട് പ്രതികാരം ചെയ്ത് നടക്കുമ്പോൾ നമ്മുടെ ടൈമാണ് നമ്മൾ വേസ്റ്റ് ചെയ്യുന്നത്. നമ്മുടെ പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും അവിടെ മുടങ്ങുകയാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. സന്തോഷം നിങ്ങളിൽ വരുന്നതായിരിക്കും. കാരണം മറ്റൊരാൾ തരുന്ന ദുഃഖത്തിൽ സങ്കടപ്പെട്ട് വിഷമിച്ച് ആ വ്യക്തിയോട് പ്രതികാരം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ലൈഫിൽ ഒരു നേട്ടവും ഇല്ല എന്ന് മനസ്സിലാക്കുക. നമുക്കൊക്കെ ക്ഷമ ഇല്ലാത്തൊരു കാര്യമാണ് അല്ലേ, ഒട്ടും പറ്റാത്ത കാര്യമാണ് അല്ലേ. എന്നാൽ പല കാര്യത്തിലും ക്ഷമിക്കുന്നത് കൊണ്ട് ഭാവിയിൽ നിങ്ങൾക്ക് നേട്ടം മാത്രമാകും ഉണ്ടാകുക. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ക്ഷമിക്കാൻ കഴിഞ്ഞാൽ ആ ക്ഷമിക്കേണ്ടി വന്ന സാഹചര്യം എന്താണോ, ആരാലാണോ നിങ്ങൾ ക്ഷമിക്കേണ്ടി വന്നത്, ആ വ്യക്തിയേക്കാൾ നിങ്ങൾ ഉയരത്തിൽ എത്തുമെന്നത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. മറ്റൊരു കാര്യം, ഇത് എൻ്റേത് എന്ന് പറഞ്ഞ് നിങ്ങൾ ആരെയും സ്നേഹിക്കരുത്. എല്ലാവരോടും സ്നേഹം കാണിക്കുക. നമ്മുടെ ശരീരത്തിൽ ഒരു സൂചി കുത്തിയാൽ നമ്മുടെ മനസ്സ് ഒന്ന് വേദനിച്ചാൽ ഇതുപോലെയാണ് മറ്റൊരാൾക്കും വേദന, സങ്കടം ഒക്കെ ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കുക. അല്ലാതെ നിങ്ങളുടെ ഫാമിലിക്ക് മാത്രമാണ് വേദന, മറ്റൊരാൾക്ക് വേദന ഉണ്ടാകില്ല, നിങ്ങൾക്ക് മാത്രമാണ് വേദന, മറ്റൊരാൾക്ക് മാത്രം വേദന ഉണ്ടാകില്ല എന്നൊന്നും നിങ്ങൾ മനസ്സിനെ പഠിപ്പിക്കാതിരിക്കുക. നിങ്ങൾ ആ ഒരു കാര്യം മനസ്സിലാക്കി എല്ലാവരോടും സ്നേഹം കാണിക്കാൻ ശ്രമിക്കുക. ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ സന്തോഷവും സമാധാനവും സന്തോഷമുള്ളൊരു ലൈഫൊക്കെ നിങ്ങളുടെ ലൈഫിൽ വരുമെന്ന് ചിന്തിച്ച് മാറുക. വീഡിയോസ് ഇഷ്ടമായാൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുകയാണ് എങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിൽ വരുന്നതായിരിക്കും. മറ്റുള്ള വീഡിയോസും കാണുക, കാര്യങ്ങൾ മനസ്സിലാക്കുക, സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ടേക്ക് കെയർ, ബൈ.